എന്താ വെച്ചാൽ നമ്മൾ ഏത് മോഡാണെങ്കിലും ഹൈപ്പർ ആയിക്കോട്ടെ, എക്കോ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, ഹൈപ്പർ മോഡിൽ ഇട്ടാൽ നല്ല റേഞ്ച് കിട്ടും. നമ്മൾ സ്ട്രൈറ്റ് ഹൈവേക്ക് മാത്രം KW എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാറ്ററി എത്രത്തോളം നമുക്ക് അതുപോലെ തന്നെ ആക്സിലേഷൻ നമ്മൾ പതിയെ മെല്ലെ കൊടുക്കുക. ഒറ്റ നമ്മളെ ഓല ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, ഏത് ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ നമുക്ക് കമ്പനി പറയുന്ന റേഞ്ച് നമുക്ക് കിട്ടുന്നില്ല. അതെന്താണ് കാരണം എന്നാണ് ഞാൻ അതിനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കമ്പനി പറയേണ്ട അതേ റേഞ്ചിൽ നമുക്ക് എങ്ങനെ ഈ ഓല വണ്ടി എങ്ങനെ കിട്ടും. മറ്റ് ഇലക്ട്രിക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഓടിച്ചാൽ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഓലൻ്റെ മെത്തേഡാണ് പറയുന്നത്. കോമൺ മെത്തേഡാണ്. 1-2 മെത്തേഡുകൾ മാത്രമേ നമുക്ക് ഓലൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നുള്ളൂ. കാരണം അതിൻ്റെ പവറും കാര്യങ്ങളും എത്രത്തോളം കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ഓലൻ്റെ ഡാഷ്ബോർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാം ടിപ്സാണ് നമുക്ക് ഇതിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റേഞ്ച് കിട്ടും. ഇപ്പോൾ കിട്ടുന്ന റേഞ്ച് ഈ ഓല S1 ആണെങ്കിലും, S1 Pro ആണെങ്കിലും, എയർ ആണെങ്കിലും, Gen 2 ആണെങ്കിലും, അതേപോലെ X+ഓ Xോ ഏതാണെങ്കിലും നമുക്ക് ഈ പരീക്ഷണം ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് റേഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് 1-2 ടിപ്സുകളാണ്. ആ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. എന്തെല്ലാം ടിപ്സാണെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഇതും തന്നെ ഫസ്റ്റ് ടിപ്സ് ഞാൻ പറഞ്ഞത്, നമ്മൾ കമ്പനി എത്രയാണ് ഇതിൽ എയർ പറഞ്ഞിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് എപ്പോൾ യൂസ് ചെയ്യും. ഒരു വീക്കിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, എയർ ചെക്ക് ചെയ്യണം. എയർ ചെക്ക് ചെയ്യാതെ നമ്മൾ വണ്ടി ഉപയോഗിച്ചാൽ എന്തായാലും മൈലേജ് ഷോർട്ട് വരും. അപ്പോൾ എത്രയാണ് എയർ പറഞ്ഞിട്ടുള്ളത് ആ എയർ നമ്മൾ വണ്ടീൻ്റെ ടയർമലുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി സ്പേസിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടയർമലാണെങ്കിൽ ടയറിൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് 33 പീസ്. ഇതാണ് ഈ ടയറിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ ആ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. സ്പേസിലാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ടയറിൻ്റെ ഫ്രണ്ടും ബാക്കും എത്രയാണ്. രണ്ടിനും ഫ്രണ്ടാണെങ്കിലും ബാക്ക് ആണെങ്കിലും 33 പീസാണ് നമ്മൾ കമ്പനി കൊടുത്തത്. അപ്പോൾ ആ എയർ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ ഏത് മോഡാണെങ്കിലും ഹൈപ്പർ ആയിക്കോട്ടെ, എക്കോ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, എക്കോ നമുക്ക് വിടാം. എക്കോ ഏതായാലും മൈലേജ് മോഡാണ്. സ്പോർട്സ് ആയിക്കോട്ടെ, ഹൈപ്പർ ആയിക്കോട്ടെ, അതേപോലെ നോർമൽ ആയിക്കോട്ടെ, ഏത് മോഡാണെങ്കിലും നമ്മൾ മിനിമം 50ൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്ത് പോവുക. ഹൈപ്പർ മോഡ് ആയിക്കോട്ടെ, സ്പോർട്സ് മോഡ് ആയിക്കോട്ടെ, നോർമൽ മോഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഹൈപ്പർ മോഡിൽ ഇട്ടാൽ നല്ല റേഞ്ച് കിട്ടും. നമ്മൾ സ്ട്രൈറ്റ് ഹൈവേക്ക് മാത്രം ഉപയോഗിച്ച് പോകണമെന്നുണ്ടെങ്കിൽ, സ്ട്രൈറ്റ് നമ്മൾ പോകണമെങ്കിൽ ഹൈപ്പർ മോഡ് ഇട്ടിട്ട് 50ൻ്റെ താഴെയായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. നോർമൽ മോഡിനെക്കാട്ടി നല്ല റേഞ്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ ട്രാഫിക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മോഡാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഹൈപ്പർ മോഡിൽ ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന പവർ കൂടുതലായിരിക്കും. സോ ആക്സിലേഷൻ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പവർ കൂടുതലായിട്ട് എടുക്കും. പിന്നീട് അതിന് പവർ കുറവാണ്. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. KW എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാറ്ററി എത്രത്തോളം നമുക്ക് ഉപയോഗിക്കുമ്പോൾ, അതായത് റൺ ചെയ്യുമ്പോൾ എത്രത്തോളം ബാറ്ററി എടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ഓടി നോക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി റണ്ണിങ്ങിലാണ്. നമ്മൾ എത്രത്തോളം നമുക്ക് കറണ്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നല്ല പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ നല്ല സ്പീഡ് കൊടുക്കുമ്പോൾ അത് 5-6, ഏറ്റവും കുറവിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് കുറഞ്ഞ കറണ്ട് യൂസ് ചെയ്യണുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ 0.2 സംതിങ് ഒന്നും വലിയ പ്രശ്നമില്ല. ഇവിടെ നമുക്ക് പോയിൻറ്റിൻ്റെ ഇപ്പുറത്തായി കഴിഞ്ഞാൽ 1-2 എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പവർ എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റീജൻ F4, അതായത് നമുക്ക് മൂവേഴ്സ് 4ൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീജൻ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് പോയിട്ട് റീജൻ റൈഡിങ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോ, ഡിഫോൾട്ട്, ഹൈ ഒക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യാം, ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലേഷൻ കുറച്ചാലും വണ്ടിക്ക് ഒരു പിടുത്തുണ്ടാവും. ഇപ്പോൾ നമുക്ക് ആ പിടുത്തുണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് റീജൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ആക്സിലേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മുന്നേക്ക് തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ മുന്നേക്ക് ഇത് തിരിച്ചിട്ട് നമ്മൾ ഇറക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റേഞ്ച് കൂടും. അതുപോലെ തന്നെ ആക്സിലേഷൻ നമ്മൾ പതിയെ മെല്ലെ കൊടുക്കുക. ഒറ്റ കൊടുക്കൽ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ റേഞ്ച് കുറേ ചാൻസ് ഉണ്ട്. നമ്മൾ മെല്ലെ പതിയായിട്ട് ചെറിയ ലെവലിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് കൊടുത്തിട്ട് ഓടിച്ചാൽ മതി.
പക്ക നിങ്ങൾക്കിപ്പോൾ 100 കിട്ടണമെന്നുണ്ടെങ്കിൽ 130 റേഞ്ച് എന്തായാലും ഈ പറഞ്ഞ മെത്തേഡിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും.